ഒന്ന് എഴുന്നേൽക്ക്, ഒന്ന് എഴുന്നേൽക്കാൻ. പട്ടി വല്ലാതെ കുരയ്ക്കുന്നു. കള്ളന്മാരാരോ വന്നിട്ടുണ്ട്. അച്ഛാ, ജനൽ ആരോ അടങ്ങി. എന്റെ ഈശ്വരാ, നീ അവലക്കേ എടുക്ക, ഞാൻ എടുക്കാം. അച്ഛാ, എനിക്ക് പേടിയാവുന്നു. പോരുത്. ഭാസ്കരനാരല്ലേ? അതെ, ഞാൻ നാരായണനാണ്. നത്തന്റെ അച്ഛൻ. അങ്ങനെ വിളിച്ച് അടിച്ച് പല്ലിയാൻ കുടിക്കും പന്നി. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങ. പുറത്തെ കടുവ നിൽക്കല്ലേ? വളർത്തുമ്പോ ഇത്തിരി മര്യാദക്ക് വളർത്തിക്കൂടെ? പട്ടിയാണെങ്കിൽ എന്ത്? എന്നെ നിലം തൊഴിച്ചിട്ടില്ലെന്നേ. കൊച്ചകത്തേക്കല്ലേ? പെങ്ങൾ പോയി കിടന്നോ, ഞാൻ കൂടെ അല്പം സംസാരിക്കാനുണ്ട്. 2000 രൂപ തരണം. പോലീസ് കേസുണ്ടായ ആ ചിലവും വഹിക്കും. എന്തിന് 2000 രൂപ? വീട് ഒഴിപ്പിച്ച് താക്കോല് കൈ തരും. ഇന്ന് രാത്രി വേണോ അതോ നാളെ വേണോ? അക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. തൽക്കാലം ഇവിടെ ഇറങ്ങി പോയാ മതി. എങ്കിൽ എന്റെ കാശ് എന്നൊക്കെ ഞാൻ പോയേക്കാം. നിങ്ങൾ ഇതിൽ ഇടപെടണ്ടെന്ന്. പിന്നെ ഇടപെടാൻ ഞാൻ തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് എടുക്കുന്ന ചരിത്രം നാരായണനില്ല. വീട് ഒഴിപ്പിച്ചാലും ശരി, ഇല്ലെങ്കിൽ ശരി, എനിക്ക് എന്റെ കാശ് കിട്ടണം. ചോര കണ്ട് പേടി മാറിയവനാണ് നാരായണൻ. അതാരും മറക്കണ്ട. ഒഴിപ്പിക്കണോ വേണ്ടയോ? രണ്ടായാലും കാശിന് കുറവില്ല. എന്ത് തീരുമാനിച്ചു? എന്നാ പിന്നെ ഒഴിപ്പിച്ചിട്ട് മതി. ഇന്ന് വേണോ നാളെ വേണോ? നാളെ മതി. അപ്പോ പട്ടിയെ ചങ്ങല കിട്ടാൻ ഞാൻ വരാതെ കിടന്നോളാം. നിങ്ങൾക്ക് വാതിലടച്ചകത്തിരുന്ന് സുഖമായിട്ട് ഉറങ്ങാം. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അല്ലേ 2000 മുതലിക്കില്ല. 2500 വേണം. 2000 സമ്മതിച്ചല്ലേ? പക്ഷെ ഇവിടെ ഈ തടിയുള്ളവരെ നിങ്ങൾ പറഞ്ഞിരുന്നോ? ഒരു കാര്യം ഉറപ്പാ, ഏതായാലും 2 അടി പൊട്ടു. ചിലപ്പോ ആശുപത്രി ചെലവ് നിങ്ങൾ വഹിക്കേണ്ടി വരും. സമ്മതിച്ചോ? സമ്മതിച്ചോ? സമ്മതിക്കാതെ പിന്നെ എന്താ നിവൃത്തി? അന്നച്ചിന്ന് സംസാരിക്കും. എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊഴിയണം ഈ നിമിഷം. കേസ് കൊടുക്കുന്നല്ലേ പറഞ്ഞത്? നമുക്ക് കോടതി കാണാം. അല്ലാതെ നീ ഒഴിയില്ല അല്ലടാ. ഞാൻ ഭാസ്കരൻ നായരോടാ സംസാരിക്കുന്നത്. നീ ആരാ? ഞാൻ ആരാണെന്നോ? എന്നെ നിനക്കറിയില്ല. അറിഞ്ഞാ നീ വറയ്ക്കും. ചോര കണ്ട് കൊതി മാറിയവനാടാ ഈ നാരായണൻ. എന്നെ തൊട്ടവന്റെ ശവ ഇവിടെ വീഴും. ചട്ടിങ്ങലൊക്കെ എടുത്ത് ഇറങ്ങും. അല്ലെങ്കിൽ കുമ്പളങ്ങ ചവിട്ടുന്ന പറയാൻ ചവിട്ടും. ഈ തടിയൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇറങ്ങണം. ആ വേണം. മിണ്ടിപ്പോടുന്നു. മിണ്ടിയ നാക്കാൻ ചവിട്ടി പറിക്കും. പോലീസിനെ വിളിക്കണം. പോലീസ് നാരായണ പുല്ലാടാ. പുല്ല് ഗ്രാഫ്. വാടാ വാടാ. അടുക്കരുത് അടുക്കരുത്. അടുത്താൽ അപകടമാണ്. പച്ചയിറക്കിലേക്ക് ഇരുന്ന പോലെ ഞാൻ കീറും. ചോരക്കളവാവിടെ നിന്റെ 6 ഇരട്ടികളെ ചുരുളിപ്പരമുന ഒറ്റ ചവിട്ടിന് വീട്ടിയോടാ ഞാൻ. ബ്ലാക്ക് ബെൽറ്റ് റോയെ ഒറ്റയിടിക്ക് പെൻസിൽ വരെ നുറുക്കിയവനാണ്. അടുക്കരുത്. പോടാ. നായരെ, 1 മിനിറ്റ് സമയം തരണം. ഒരു വണ്ടി വിളിക്കാനുള്ള സമയം. ഞങ്ങൾ പോകോളാം. സത്യമാണോ? ഈശ്വരനാണ് സത്യം. വണ്ടിയിൽ സാധനങ്ങൾ കയറ്റി വീട് പൂട്ടി താക്കോലിന്റെ കയ്യിൽ തന്നിട്ടേ നാരായണൻ പോകും. മതി. ആ പിശാച് എല്ലാം നശിപ്പിക്കും. ഒന്ന് നിർത്താൻ പറയും. ഞാൻ നിങ്ങളെ കാല് പിടിക്കാം. നോ നോ, അതിന്റെ ആവശ്യമില്ല. മതി നാരായണ, മതി. അയാൾ പോകാൻ സമ്മതിച്ചു. 1 മണിക്കൂർ സമയം കൊടുക്കും. നിങ്ങൾ സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചു. കൈയുടെ തരിപ്പ് തീർന്നില്ല. കൊടുകൈ. എന്തിന്? കൈ കൊടു.
പറഞ്ഞ ജോലി പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. ഓക്കേ ഓക്കേ. നാരായണ, ശരി പേര് വിളിച്ചപ്പോ എണീച്ചല്ലോ. ഇത് എന്തുറക്കോടാ? മയങ്ങിപ്പോയി. നല്ല മയക്കാ. ഇപ്പൊ ഒന്ന് കിടന്നോളാ. എപ്പോ? സന്ധ്യ. ആ, അത് ഇന്നലെ സന്ധ്യയും കഴിഞ്ഞ് രാത്രിയും കഴിഞ്ഞ് നേരെ ഇപ്പൊ എന്താണെന്നറിയാം? ഉറങ്ങിപ്പോയി. നിനക്ക് കിട്ടിയ പേര് കറക്റ്റാ, നത്ത്. നത്ത് നിന്റെ തന്ത ഇടിയൻ രാമു. ഏതോ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ പോയെന്ന് പറയുന്ന കേട്ടു. കിട്ടിയ മുഴുവൻ തീർത്തു അല്ലേ? പിന്നെ കാശ് കീശയിലുണ്ടേ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു മോൻ. നോക്കടാ, കാശുണ്ട്. നോക്കട്ടെ, കാശുണ്ടെന്നേ. നോക്കട്ടെ. ഒരുപാടുണ്ടല്ലോ. 1 രൂപ 45 പൈസ. ഇനി ആരെങ്കിലും പിപ്പിടി കാണിച്ച് കാശ് കിട്ടണവരെ മിടുങ്ങാൻ എന്തോ ചെയ്യും? എന്റെ കുടുംബത്തോട് ആ മീൻകറി ചോദിച്ചോണ്ട് പച്ച വെള്ളം ഞാൻ തരത്തില്ല. ഞാൻ മരുന്നില്ല പോരെ. എടാ, ഇനിയെങ്കിലും പഠിക്കേ, മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ നോക്ക്. ഓ, ഒരു പുണ്യാളച്ചൻ. നീ എന്നാടാ മനുഷ്യന്മാരായത്? നമ്മൾ ഒരുമിച്ച് പറയാൻ പറ്റിയതല്ലേ? ഒരു പെണ്ണ് കെട്ടിയപ്പോഴേക്കും മനുഷ്യന്മാരായി മര്യാദക്കാരനായി. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചോളാം. ജീവിച്ചോ, എന്നിട്ട് പോലീസിന്റെയും നാട്ടുകാരുടെയും തല്ലുകൊണ്ടങ്ങ് ചാവ്. എടാ ചത്താ നീയൊന്നും തിരിഞ്ഞു നോക്കണ്ട പുല്ലേ. ആ, നത്തിന്റെ അച്ഛൻ. കളിപ്പിക്കല്ലേ. ഓടണ്ട പപ്പാതി. നത്തിന്റെ അച്ഛൻ. പിടി കിട്ടിയല്ലേ? കിട്ടാവിടെ പോനാ, ഞാൻ വിടുവോ? കാര്യമില്ലാത്ത കാര്യം തല്ലൂറെ കൊണ്ടു. സാരമില്ല, എന്നാ ബാഗ്. വളരെ നന്ദിയുണ്ട്. പോയി എന്നാ വിചാരിച്ചത്. ഓഹാലെന്താ അതിനകത്ത് പോലും ഉണ്ടായിട്ടുണ്ട്. ഇതെവിടെ ഇരുന്ന്? ഇതില് പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത ഒരിടമുണ്ട്. കൊളുത്തുപൊട്ടിട്ട് നന്നാക്കാൻ കൊണ്ടുവന്നതാ. ഭാഗ്യം പോയില്ല. വേറൊന്നും തോന്നരുത്. ഇത് മരുന്ന് വാങ്ങിക്കാൻ തയ്യല്ലോ. ഇപ്പൊ കാശായിട്ട് ഇതേ ഉള്ളൂ, മറക്കില്ല. ഓ, ധാരാളായി. ഇനിയിപ്പോ വിശപ്പം താവൊന്നും ഉണ്ടാവില്ലല്ലോ. ഏതായാലും ബാഗ് കിട്ടില്ലേ, പെങ്ങള് പോ. നമ്മള് തല്ലുകൊണ്ട് മിച്ചം. നടന്നോ. പൊന്നു കള്ള. ശരിയാണല്ലോ. സന്തോഷായല്ലോ. ബാക്കി എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നിസ്സാര വാടകയ്ക്കൊരു വീട്,
അത്യാവശ്യം ഫർണിച്ചർ, പൈങ്കിളി പോലത്തെ ഒരു കുട്ടി, ആഘോഷിക്ക് പാലും പഴവും അത്യാവശ്യത്തിന് മറ്റതും ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഒന്നാമത് എനിക്ക് പോണം. പോവേ അപ്പൊ ഫസ്റ്റ് നൈറ്റോ? എന്നോട് പറഞ്ഞ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങളുടെ കാര്യം. നാരായണ ചതിക്കല്ലേ, ഇപ്പൊ തന്നെ നീ പോയ അവൾ എന്റെ പഠിക്ക സത്യാഗ്രഹത്തിന് വരും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനേ? അയ്യപ്പൻ നേരത്ത് പുലിവലായില്ലോ. നാരായണ കുറച്ച് ദിവസമെങ്കിലും അവളുടെ കൂടെ കഴിയേ. കൊച്ചിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ അവൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ? അങ്ങനെ ചൂണ്ടിക്കാണിക്കാനൊന്നും എന്നെ കിട്ടുകയില്ല. താങ്കൾ വന്നേ. കരീംബായി പറഞ്ഞ ആൾ ഇവൻ തന്നെയല്ലേ? ഒരു കാര്യം ചെയ്യും, ഒരു 500 രൂപ കൂടി തന്നെ. എന്തിനാ? കത്തിക്കാൻ. അവനെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം കൊണ്ടേ കത്തിക്ക്. നാരായണ ഇങ്ങോട്ട് വന്നേ. എന്താ? ഇതും കൂടി ഇരിക്കട്ടെ, നീ അകത്തേക്കല്ലേ. കത്തിക്ക് പോടോ. ഇങ്ങനെ കുറ്റിയടിച്ച പോലെ നിൽക്കണ്ട. അവിടെ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിയോ ചേട്ടാ? എന്നാ തലകുത്തി നിൽക്ക്. എന്തിനാ വിളിക്കണേ? തമാശക്കാരനാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. ചേട്ടാ, ചേട്ടന്റെ പേര് നാരായണൻ എന്നല്ലേ? എന്റെ പേര് ഓമന. നാരായണനും ഓമന്. മിസ്സസ് ഓമന നാരായണൻ. നല്ല ചേർച്ച. ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നെ ചേട്ടന് ഇഷ്ടായോ? പിന്നെ എനിക്കറിയാം, എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും. ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നേ. അവിടെ ഇരുന്നാ മതി. ആദ്യം സംസാരിക്കല്ലേ? ആദ്യ രാത്രി പെണ്ണും ചെറുക്കനും പരസ്പരം മനസ്സിലാക്കണം എന്നാ. എന്റെ ഓമനെ. എന്തോ ഞാൻ എന്നും ചേട്ടന്റെ ഓമന തന്നെയായിരിക്കും. ഒരിക്കൽ കൂടെ വിളിക്കൂ ചേട്ടാ. വലിയ പുലിവാലായല്ലോ. അതെ, എനിക്ക് അങ്ങനെ ഒന്നും വർത്താനം പറഞ്ഞ ശീലമില്ല. ഓർക്കാൻ വരുന്നു. എന്നാ കിടന്നോ. അങ്ങോട്ട് നീങ്ങടെ. എനിക്ക് ചേട്ടന്റെ മാറിൽ തലചായ്ച്ചുറങ്ങണം. ഇതിനൊന്നും ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ലെന്നേ. നമ്മള് ഭാര്യാഭർത്താക്കന്മാരായി കഴിഞ്ഞില്ലേ, പിന്നെ നമ്മൾ തമ്മിൽ എന്ത് കാശിന്റെ കണക്ക്? ഞാൻ വിടില്ല. ഓമനെ, ഈ വെളിച്ചം നമുക്ക് വേണോ? കള്ളൻ, ഇങ്ങനെ നോക്കല്ലേ. അയ്യോ, പാല് തരാൻ മറന്നു. പാല് മണ്ണ കടന്ന് ലൈറ്റ് അണയ്ക്കുന്നുണ്ടോ? ആദ്യം ലൈറ്റ് അണയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്തെ? നാരായണേട്ടാ, നാരായണേട്ടാ, ഇതെവിടെ പോയി? നാരായണേട്ടാ, നാരായണേട്ടാ. എന്തൊക്കെയാടാ ഇത്? എവിടുന്ന് വരുന്നു? ഒരു വഴിക്ക് പോയതാ. അപ്പൊ മാർക്കറ്റിൽ വന്നപ്പോ നല്ല മീൻ കിടക്കുന്നു. അത് കുറച്ച് വാങ്ങി 2 കിലോ പോത്തും വാങ്ങി. മോള് കഴിഞ്ഞിട്ടില്ലേ? മിനിക്കുട്ടി, അമ്മയും മോളും കൂടെ രാവിലെ അമ്പലത്തിൽ പോയിരിക്കുക. ഇന്ന് എന്താ ദിവസം അറിയാം? എന്താ? ഞാൻ സതിയെ കല്യാണം കഴിച്ചതിന്റെ 6ാം വാർഷികമാണ് ഇന്ന്. അയ്യോ, കഴിച്ചതെന്നൊന്നും പറയണ്ട, കഴിപ്പിച്ചതെന്ന് പറ. അന്ന് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ചരമദിനമായിരുന്നേനെ. ചാത്തം ചേരാനല്ലോ ഒരു കാര്യം. ഓരോ എല്ലും ഊരി എടുത്തേനെ. ഇന്ന് നമുക്ക് ആഘോഷിക്കലടാ, കലക്കി പൊളിക്കാം. ഇഷ്ടം പോലെ കാശുണ്ട്. എന്തായിരുന്നു കോള്? തല്ലോ കുടി ഒഴിപ്പിക്കലോ? അതൊന്നുമല്ല, ഒരു കല്യാണം. കല്യാണം നടത്തലോ കലക്കലോ? ഒരു കല്യാണം കഴിച്ചു. ആര്? ഞാൻ. കല്യാണം കഴിച്ചെന്നു? നീ എന്തായി പറയുന്നേ? എന്നിട്ട് പെണ്ണെവിടെ? ഞാനെങ്ങനെ അറിയാനാ? കഴിക്കാൻ പറഞ്ഞു, കഴിച്ചു. നമ്മുടെ ജോലി തീർന്നു. നല്ല കാശും കിട്ടി, നമ്മൾ പോന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ നിനക്ക് മനസ്സിലാവണമെങ്കിൽ മറ്റേ ഭാഷ പറയണം. എടാ, ഒരു ഉത്തരവാദിത്വമില്ലാതെ ഒരു പെണ്ണിനെ വെറുതെ കല്യാണം കഴിക്കൂ? പെണ്ണിനെ അല്ലാണ്ട് പിന്നെ ആണിനെ കല്യാണം കഴിക്കുവോ? ഉത്തരവാദിത്വമൊക്കെ വയറ്റിലുണ്ടാക്കിയവന്. ആണായാലും പെണ്ണായാലും ഗർഭം ഉണ്ടായാലും ഇല്ലേലും ശരി, കാശ് കിട്ടിയാൽ ഞാൻ കഴിക്കും. പോക്കരത്തരത്തിനോട് നേരം നിറയും. ചെറ്റത്തരമല്ലേ നീ കാണിച്ചേ? രാമു, വേണ്ടാത്ത കാര്യത്തിന് ചൂടാവരുത്. ഇന്നൊരു നല്ല ദിവസമാണ്, അത് കുളവാക്കല്ലേ. നല്ല ദിവസം എന്ത് യോഗ്യമുണ്ടോ നിനക്ക് പറയാൻ? നിന്നെയൊക്കെ മുക്കാലേക്കിട്ട് അടിക്കാൻ വേണ്ടേ? മാറി കാടുകൊണ്ടാ മോനെ. തേങ്ങ കൊല. നീ അങ്ങനെ ചെയ്ത് പറയാൻ? എന്റെ അച്ഛനോ അതോ കൂടെ പറപ്പോ? ഞാൻ നിന്റെ ആരുമല്ലേ? നീ എന്റെ ഒരു പുല്ലുമല്ല. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ അടിച്ചിന്റെ കാരണം ഞാൻ പൊളിക്കും.
നിന്റെ ആരും അല്ലടാ ഒന്നില്ലാത്ത പട്ടി ഹ. എന്റെ കൊല അവന്റെ അമ്മയെ പതിനായിരം മീൻ അത് നശിപ്പിച്ചു രാമുടാ, എന്താ ഇത്? രാമുടാ. നമ്മൾ അവന്റെ ആരും അല്ലടി ഇറങ്ങി പോടാ അവിടുന്ന് ഇന്നത്തോടെ തീർന്നിരിക്കുന്നു നീ എന്നെ മുറ്റത്തെ ഒട്ടി പോരുത് പോ നാരായണേട്ടാ, ഓട്ടടി അവൻ എന്തൊക്കെയാണ് രാമുടെ കാണുന്നത്? എനിക്കൊന്നും ആ നീ മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാക്കണ്ട അതോ ചോറും കൂട്ടാൻ ഉണ്ടാക്കാൻ നോക്ക് ചെല്ല് ചെല്ല്